Hey guys, what's up? Welcome back to my channel. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ലൈക്ക് ചോറൂണ് മറ്റന്നാളാണ്. അപ്പോൾ ഇന്നോട്ട് ഫുൾ ബിസി ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഈവനിങ് ഒരു ചെറിയ കുഞ്ഞു വ്ളോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് ചെയ്യണം. പിന്നെ ഞങ്ങൾ പുതിയ ഫ്ലാറ്റിലേക്ക് ആണ് ഇപ്പോൾ ഇന്ന് രാത്രി തൊട്ട് സ്റ്റേ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി ഞാൻ ഇന്നൊരു കുട്ടി വ്ളോഗ് അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ഡിന്നർ പ്രിപ്പറേഷനിലാണ്. വേറെ വലുതായിട്ടൊന്നുമല്ല. ഇന്നലത്തെ കുറച്ച് പാലക് പനീർ ഇരിക്കുന്നുണ്ട്. ഭിണ്ടി ഉണ്ടാക്കുന്നു. ചപ്പാത്തി അമ്മ കുഴച്ചു തന്നു, അതുണ്ടാക്കുക. സായൂജ് 8:30 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ സായൂജിനെ വിളിച്ചിട്ട് വണ്ടി ഞങ്ങളുടെ റിലേറ്റീവ് എൻ്റെ കസിൻ ചേട്ടൻ വീട്ടിലിരിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് വണ്ടി എടുത്തു വന്നിട്ട് നേരെ ഇവിടെ വരിക, കഴിക്കുക, ഫ്ലാറ്റിൽ പോവുക, കിടന്നുറങ്ങുക. അതേ ഉള്ളൂ. കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു വിചാരിച്ചു. അപ്പോൾ ഏട്ടാ ഭിണ്ടി വെണ്ടയ്ക്ക ഓഫ് ചെയ്തിട്ട് വന്നിരിക്കണേ. എന്നാലും നോക്കാം. ഇതാണ് ഭിണ്ടി ഫ്രൈ ഉണ്ടാക്കുന്നത്. ഭിണ്ടി ഫ്രൈ റെഡിയാക്കി വയ്ക്കുക. ചപ്പാത്തി കുഴച്ചത് ഉണ്ട്, ഇന്നലത്തെ കുഴച്ചതുണ്ട്, കുറച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്നാക്കായിട്ട് കഴിക്കാം. ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നല്ല ഹെൽത്തി ഒരു ഈവനിങ് സ്നാക്ക് പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്ന് മൂന്നാമത്തെ പാക്കറ്റ് ഞാൻ വാങ്ങുന്നത്. ഇതെന്തായാലും നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചു നോക്കാം. ലൈക്ക് ഹെൽത്ത് ഫ്രീക്ക് ഉള്ള ആൾക്കാർ. ഹാപ്പിയിലൂടെ ആൽമണ്ട് ബിസ്ക്കറ്റ്. പിന്നെ ഉള്ളത് ഇതാട്ടോ, ക്രഞ്ചി മിനിയൻ പ്രോട്ടീൻ ബാർ. ഇതും ഫസ്റ്റ് ടൈമാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരു പ്രാവശ്യം എന്താ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇനി ഇഷ്ടപ്പെടാൻ വഴി ഇല്ല. ബിക്കോസ് എനിക്ക് ഇനി കുറച്ച് എന്താ പറയുക ഹെൽത്തി സ്റ്റഫിലേക്ക് മാറിയില്ലെങ്കിൽ ശരിയാവില്ല. പ്ലീസ് ഇഗ്നോർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തിയർ വേർഷനിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. പറ്റുമോ ഇല്ല എന്നൊക്കെ എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഐ ആം ഗോയിങ് ടു ട്രൈ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് മേല് കഴിയണം. എന്നിട്ട് കഴിച്ചിട്ട് വേണം പോവാൻ. പിന്നെ നല്ല ഉറക്കം. ഞാൻ ഡാൻസ് ഒരു ഷൂട്ട് ചെയ്തു, പക്ഷേ അത് വർക്കൗട്ടായില്ല. അത് ശരിക്കും എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതും ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഇടാം വെച്ചു. ചപ്പാത്തി കഴിക്കുക, നേരെ ഓടുക റെയിൽവേ സ്റ്റേഷനിലേക്ക്. എനിക്ക് ഉറക്കം വരുന്നു. കുറച്ച് എന്താ പറയുക ഈ ഫേസ് പാക്കൊക്കെ ഇട്ടാലോ. എന്തായാലും എൻ്റെ മോൻ്റെ ചോറുകൊണ്ടല്ല കുറച്ച് എന്താ പറയുക കയറി നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നു. ഫേസ് പാക്കൊക്കെ ഇടാല്ലേ. ഫേസ് പാക്ക് ഇട്ട് സമയമൊന്നും സെറ്റാക്കി. ഹലോ, അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. അപ്പോൾ ഞാൻ ആഫ്റ്റർ ഷവർ റുട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സെറം എന്ന് വെച്ചാൽ സൺസിൽക്ക് സെറം സൂപ്പർ ഷൈൻ 48 hours ഫ്രിസ് കൺട്രോൾ സെറമാട്ടോ. ഞാൻ കുറേ സെറംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് ഇത്. ഞാൻ ആക്ച്വലി ഇതിപ്പോൾ വെറ്റ് ഹെയറിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. അപ്പോൾ സിറംസ് ഒരിക്കലും സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ഒന്നിക്കോ പെട്ടെന്ന് ഉള്ളപ്പോൾ ഞാൻ സ്കാൽപ്പിലും യൂസ് ചെയ്ത് പോകുന്നതാണ്, അല്ലാതെ മനപ്പൂരം യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം സിറം ഡൺ. നല്ലോണം ലവ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത ഒരു നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിലത്തെ ക്ലിപ്പിൽ കാണാൻ പറ്റുമോ ഇത് പറഞ്ഞ സ്ഥിതിക്ക് പോയി കാണണം എന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കൂ, ഫുൾ ഹെയർ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ
സ്പ്രേ ഇപ്പോൾ 2-3 ദിവസമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അതിൻ്റെ ഡിഫറൻസ് 1 month കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. ആസ് എന്താ പറയുക, നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ പറയുമല്ലോ 1 month ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായി. അപ്പം എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. ഞാനപ്പോൾ ഇതും കുറച്ച് സ്പ്രേ ചെയ്തേക്കാം. ഇത് ബാക്കി ഞാൻ രാത്രി കിടക്കണമ്പോൾ യൂസ് ചെയ്ത് ജസ്റ്റ് ഇപ്പം ഒന്ന് വെറ്റ് ഹെയറിൽ ഞാൻ ഇത് യൂസ് ചെയ്തതേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഒരു ടോണർ ഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കോസാറെക്സിൻ്റെ ടോണറാ. എനിക്കിതിൻ്റെ എന്താ പറയുക, ഈ ഇപ്പം ഇവിടെ ഈ വീഡിയോ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ന്യൂ മോം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് ഈ പെട്ടെന്ന് മറന്നു പോകുന്ന സംഭവങ്ങളുണ്ടോ? ലൈക്ക് ഇത് ചെയ്ത് തന്നെ ഇന്ന് റിലേ കിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് മറന്നു പോകും. എനിക്ക് ഭയങ്കരമായിട്ട് മറവിയുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അതിനിടയ്ക്കായിരിക്കും ഞാൻ മറന്നു പോകുന്നത്. അപ്പം ഇതിനെ കുറിച്ച് എന്തോ പറയാൻ വന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. എന്തായാലും ഇപ്പോൾ ഒക്കെ ഫൈനലായിട്ട് ബി സമയമില്ല എനിക്കിപ്പം. അപ്പം ഇത് ടോണർ ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ ഫൈൻ, എല്ലാം ഡൺ. അപ്പം രാത്രി കിടക്കണമേ ഒന്നും കൂടി ഞാൻ ഫേസ് വാഷ് ചെയ്യാറ്. ഞാൻ രാത്രി അങ്ങനെ എന്താ പറയുക, എല്ലാ ദിവസം നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്തിട്ടല്ല കിടക്കുന്നത്. ചില ദിവസം ഞാൻ സ്കിൻ കെയർ ചെയ്യും, ചില ദിവസം ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടേ കിടക്കുള്ളൂ. ബിക്കോസ് മറ്റന്നാളത്തേക്ക് എനിക്ക് എൻ്റെ ഫേസിലൊന്നും ബ്രേക്ക്ഔട്ട്സ് ഒന്നും വേണ്ട. എനിക്കറിയില്ല, റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണല്ലോ. അതായത് പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഔട്ട്സ് വരണമെന്നില്ല. സോറി, ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പറയുന്നത്, ബിക്കോസ് എനിക്ക് കുറച്ച് തിരക്കാണ്. ഇപ്പോൾ പോയി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, സമയമില്ല. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കാണാം. ബൈ. ചപ്പാത്തി ഉണ്ടാക്കണം. പറയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും, എന്തൊക്കെയാണ്, എവിടെ എത്തി വിഷു പ്രിപ്പറേഷൻ എവിടെ എത്തി, ഡ്രസ്സൊക്കെ എടുത്തോ, ഞാൻ ഏതെങ്കിലും പഴയ ഏതെങ്കിലും ഇടാൻ വെച്ചു കുർത്തയോ. ബിക്കോസ് ഇത് കഴിഞ്ഞ് ഒരു മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഭയങ്കര ലേറ്റായി. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നിട്ട് വേണം ഇനി പുതിയ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ എന്തായാലും 12 മണിയാവാതെ കിടക്കൊന്നും തോന്നുന്നില്ല. അതിൻ്റെ മുകളിൽ സായുജിൻ്റെ ട്രെയിൻ ലേറ്റായി. അങ്ങനെയൊക്കെ കുറേ ലേറ്റായി എല്ലാം ഇപ്പം ഡിലേ ആയിട്ട് നടക്കുക. കുഴപ്പമില്ല, എന്നാലും എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്ന നോക്കും, ഉറക്കം തോന്നിയിട്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്നിട്ട് കാണാം. വണ്ടിയിൽ അല്ല, എന്തായാലും ഇനി പുതിയ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചത്. ഫുൾ ലേറ്റായിപ്പോയി, എനിക്ക് വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. ആ വീട്ടിൽ പോയി, ഫ്ലാറ്റിൽ പോയി. ഭയങ്കര, ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ഭയങ്കര ചൂട്, മീൻസ് എക്സ്ട്രീം ചൂടായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ ശരിക്കും പറ്റിയില്ല. അപ്പോൾ രാത്രി തിരിച്ച് ഫ്ലാറ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു, വീട്ടിലേക്ക്. അവന് ഉറക്കം ശരിയായില്ല, ബിക്കോസ് പുതിയ സ്ഥലം, കുഞ്ഞല്ലേ. അപ്പോൾ എന്താ മനസ്സിലായില്ല, ഫുൾ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നല്ലോണം സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എനിക്കിപ്പോൾ 2 ദിവസം ഫുൾ ചോറുണ്ട തിരക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ ബൈ.